ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് വരുന്ന സകലരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 25-ാം സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 25-ന്റെ 12, 13, 14. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ നിന്ന് നന്മകളെ പ്രാപിക്കേണ്ടതിന് ഈ രാവിലെ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവഭക്തിയോടെ ഈ മണ്ണിൽ ജീവിക്കുന്ന ദൈവ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, ഭക്തിയോടെ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പിശാച് എത്ര പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവന്നാലും അതിനെ ജയിച്ച് ദൈവഭക്തിയോടെ ജീവിക്കാൻ കൊതിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതിയ വാക്യങ്ങളാണ് ഈ രാവിലെ നമ്മൾ വായിച്ചു കേട്ടത്. ബൈബിൾ പറയുന്നത്, യഹോവഭക്തനായ പുരുഷനാർ, ദൈവഭക്തിയോടെ ജീവിക്കുന്ന മനുഷ്യൻ ആരായാലും, അടുത്ത പദം, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. നമുക്കറിയാം, ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഒരു വഴി കാണാതെ ജീവിതത്തിൽ മുൻപിലേക്ക് പോകുവാൻ, ലക്ഷ്യങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ ഭാരത്തോടെ ആയിരിക്കാം നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നത്. എന്നാൽ ദൈവഭക്തിയോടെ ജീവിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുത്താൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ദൈവം അവന് വഴി കാണിച്ചു കൊടുക്കും. പ്രിയരെ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വഴികൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ചെങ്കടലിനകത്ത് തൻ്റെ ജനത്തിനു വേണ്ടി മനുഷ്യൻ കാണാത്തൊരു വഴി മറഞ്ഞു കിടക്കുകയായിരുന്നു. മരുഭൂമിയിൽ മരിക്കേണ്ടിയിടത്ത് ഹാഗറിനും കുഞ്ഞിനും വേണ്ടി ഒരു ഉറവ എന്ന വഴി മറഞ്ഞു കിടക്കുകയായിരുന്നു. യോർദാൻ കൊയ്ത്ത് കാലത്ത് പോലും കവിഞ്ഞൊഴുകുന്ന നദിയാണെങ്കിലും അതിനപ്പുറം കടക്കേണ്ടതിന് അതിനകത്ത് മറയപ്പെട്ട് കിടന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ജയിക്കാൻ, അപ്പുറം കടക്കാൻ, ഇത് ചെങ്കടലായാലും മരുഭൂമി ആയാലും യോർദാൻ ആയാലും, അപ്പുറം എത്തേണ്ടതിന് ദൈവം വഴിയെ കാണിച്ചു തരും. ഞാൻ ഒരിക്കൽ കൂടെ അവിടെ നിർത്തി പറയാം, ഇന്നത്തെ കടഭാരം മാറേണ്ടതിന് ദൈവം ഒരു വഴി കാണിച്ചു തരും. ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ദൈവം ഒരു വഴി തുറന്നിരിക്കും. ആരംഭിച്ച വീട്ടിൻ്റെ പണി അവസാനിപ്പിക്കേണ്ടതിന്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി ഉറപ്പാണ്. എല്ലാ വഴികളും അടഞ്ഞെന്ന് മനുഷ്യനും പിശാചും ഒരുമിച്ച് പറഞ്ഞാലും ദൈവം ഒരു വഴി കാണിച്ചു തരും. ഇന്ന് രാവിലെ ആകുലതയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭാരപ്പെടുന്ന സകല വിഷയങ്ങൾക്കകത്തും ബൈബിൾ എഴുതിയിരിക്കുന്നത്, യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവം ഒരു വഴി കാണിച്ചു തരും. ഒരു പക്ഷേ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ആകുലതയോടെ ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത്. ആമേൻ. ലക്ഷ്യത്തിലെത്തുവാൻ പര്യാപ്തമായത്, നന്മ ഏതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ആകുലതയോടെ ഉള്ളം കലങ്ങി നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവം ചില ബോധ്യങ്ങളെ നൽകി തന്ന വഴി
കാണിച്ചു തരുന്ന പ്രഭാതമായി തീരട്ടെ. പല വഴികൾ നമ്മുടെ മുൻപിലുണ്ട്, എന്നാൽ നാം തിരഞ്ഞെടുക്കുന്ന വഴി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ലൗകികരായവരും ജഡീകരായവരും ലോകപ്രകാരം ജീവിക്കുന്നവരും അവർക്ക് ഇഷ്ടമുള്ള വഴിയെ ജീവിതം ക്രമീകരിച്ച് മുൻപിലോട്ട് പോകുമ്പോൾ ഒരു ദൈവപൈതൽ എന്നും എപ്പോഴും ദൈവഹിതത്തിനനുസരിച്ച് വഴികൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, വഴി ദൈവം കാണിച്ചു തരും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. അടുത്ത പദം 13-ാം വാക്യത്തിന്റെ ആരംഭം എഴുതിയിരിക്കുന്നത്, അവൻ സുഖത്തോടെ വസിക്കും. നമുക്കറിയാം, എല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയോടെ വസിക്കുവാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീടുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും വരുമാന മാർഗമുണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ടെങ്കിലും അതിനകത്തൊന്നും സ്വസ്ഥത കണ്ടെത്താൻ കഴിയാത്തൊരു കാലം. ഈ വാക്യം പറയുന്നത് അവൻ സുഖത്തോടെ വസിക്കും. പ്രിയരെ, നാളുകൾ, ഇനിയുള്ള ദിവസങ്ങൾ ആമേൻ, ദൈവഭക്തിയോടെ ജീവിച്ച് സുഖത്തോടെ ഈ മണ്ണിൽ പാർക്കേണ്ടതിന്, അഥവാ സ്വസ്ഥതയോടെ പാർക്കേണ്ടതിന്, സങ്കീർത്തനം അതാണല്ലോ പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുന്നൊരു ദൈവമുണ്ടെന്ന്. നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഈ വൈകുന്നേരം പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം ഈ വാക്യം പറയുന്നു, അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, ദൈവഭക്തിയോടെ ആരാണോ ജീവിക്കുന്നത് അവന്റെ തലമുറ അന്യം നിന്ന് പോകുമെന്നും അനാഥരായി പോകുമെന്നും ദേശത്തിലെ ദുഷ്ടന്മാരുടെ കൂട്ട് ആയി പോകുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ സന്തതി തലമുറ ദേശത്തെ അവകാശമാക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി തലമുറകളിൽ കൂടെ വെളിപ്പെടുവാനിടയായി തീരും. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? അടുത്ത പദം പറയുന്നത്, യഹോവയുടെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. രണ്ട് കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവഭക്തിയിൽ നടക്കുവാൻ ഒരു മനുഷ്യന് കൊതിയുണ്ടെങ്കിൽ അവനോട് ദൈവത്തിൻ്റെ കൂട്ട്, ദൈവത്തിൻ്റെ സഹിത്വം, ആമേൻ, കുറച്ച് നാളത്തേക്ക് കൂടെ ഇരിക്കുമെന്നല്ല, ആരാധനകളിൽ സഹിത്വം വെളിപ്പെടുമെന്നല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ ഉയർച്ചയിലും താഴ്ചയിലുമെല്ലാം ദൈവിക സഹിത്വം അനുഭവിക്കുവാൻ നിശ്ചയമായിട്ടും ദൈവം കൃപ ചെയ്യട്ടെ. സകലരും കൈവിട്ടു പോകുമ്പോൾ, എല്ലാം പ്രതികൂലമായി തീരുമ്പോൾ, പ്രതീക്ഷിക്കാത്തതുപോലെ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കയറി വരുമ്പോൾ, ആമേൻ, പ്രിയരെ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവയുടെ സഹിത്വം, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ആ സങ്കീർത്തനം വായിച്ച അവസാനത്തെ പദം ഇതാണ്, ആമേൻ, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. നമുക്കറിയാം, നിയമങ്ങൾ തെറ്റിച്ചാൽ വലിയ ശിക്ഷകൾ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീരും. എന്നാൽ ഈ വാക്യം പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, ദൈവമക്കൾ അനുസരിക്കേണ്ട നിയമങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ജനത്തിന് ബോധ്യം വരുത്തി കൊടുക്കും. എങ്ങും എത്താത്തൊരു ജീവിതം നയിക്കുവാനല്ല, എങ്ങും എത്താത്തൊരനുഭവത്തിലൂടെ കടന്നു പോകുവാനല്ല, ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ഈ മണ്ണിൽ ലഭിക്കുന്ന ആയുസ് ജീവിച്ചു തീർക്കേണ്ടതിന് ദൈവം തൻ്റെ നിയമത്തെ തൻ്റെ ഭക്തന്മാരെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഈ 3 വാക്യങ്ങൾക്കകത്തുനിന്ന് ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. 1, തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. 2, സുഖത്തോടെ വസിക്കും. 3-ാമത്തെ കാര്യം, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ആമേൻ. 4-ാമത്തെ കാര്യം, യഹോവയുടെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. 5-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ശേഷിക്കുന്ന നാളുകൾ ദൈവകൃപയിൽ അഭിഷേകത്തോടും ആത്മശക്തിയോടും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ,
ഈ സന്ദേശം കേട്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും തിരുവചനം അനുഗ്രഹമായി തീരട്ടെ. വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നടക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.